അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് ചില്ലിയാണ്. അപ്പോൾ അതിനാദ്യം ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇതിൻ്റെ മാഗ്നേഷൻ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി, ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ, കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ ഒരു മുട്ട ഇതിൽ അത്യാവശ്യമാണ്, അപ്പോൾ മുട്ട സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഒരു 1/2 നാരങ്ങാനീര്, ഒരു പകുതി നാരങ്ങയുടെ നീരെടുത്തിട്ട് നമ്മളിതിലൊരു പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. നമുക്ക് നമ്മുടെ ഈ മസാലകൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കവിടെ ബീഫ് മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയിൽ ആക്കി കൊടുക്കുക. അപ്പം ബീഫിൽ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും മസാല ആയിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് നമ്മുടെ ബീഫ് ചില്ലി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് നമ്മൾ കുക്ക് ചെയ്തതാണ്, അപ്പോൾ അത് കാരണം വല്ലാതെ വേവില്ല. മസാലകൾ മാത്രം വേവാനുള്ള ടൈം എടുക്കുള്ളൂ. ഇത് നേരം വെച്ചാൽ ഇത് നന്നായി ഡ്രൈ ആയി പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. മുട്ട ഇട്ട് കൊടുത്തതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത്, എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മളെ ബീഫ് കുക്കായിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളിതിന് ഗാർണിഷിനും ഒരു പ്രത്യേക ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ബീഫിനൊരു പ്രത്യേക ഫ്ലേവറും കൊടുക്കും, പിന്നെ ഒരു പ്രത്യേക ഭംഗി ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും.